കൊച്ചിൻ കലാഭവനിലൂടെയാണ് അദ്ദേഹം കലാരംഗത്തെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് കൊച്ചിൻ ഹനീഫ എന്ന രീതിയിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം 1979 അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് കഴിഞ്ഞ 3-3.5 പതിറ്റാണ്ടിലേറെ കാലം കൊണ്ടാണ് അദ്ദേഹം 300-ലേറെ മലയാള ചിത്രങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ വില്ലനായിട്ടായിരുന്നു ആദ്യം അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതെങ്കിൽ പോലും ഈ വില്ലൻ എന്ന ആ മാനറിസത്തിൽ നിന്ന് മാറിയിട്ട് വില്ലൻ കഥാപാത്രങ്ങൾ കുറച്ചുകൂടി ഹാസ്യ ടച്ച് കൊടുത്ത ഒരു മലയാളത്തിലെ ആദ്യ നടൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രം തന്നെ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഏറെ തെങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ്. വില്ലൻ കഥാപാത്രങ്ങൾക്ക് പോലും ഉള്ളുപൊള്ളയായ രീതിയിലുള്ള ഒരു ഹാസ്യത്തിന്റെ ഒരു ടച്ച് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ജോബി, ശ്രീ ജഗദീഷ് പറയുകയായിരുന്നു തമിഴ് സിനിമയ്ക്കൊപ്പം തന്നെ തമിഴ് രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം അടുത്ത് പെരുമാറിയിരുന്നുവെന്ന് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ കിഷോർ? ജോബി, ഏതായാലും അദ്ദേഹം 80ഓളം തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്ത് ഉൾപ്പെടെ തമിഴ്നാട്ടിലെ മുൻനിര താരങ്ങളുടെയെല്ലാം അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം എന്നതിലുപരി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് യാതൊരു അറിവുമില്ല. എങ്കിൽ പോലും 80ഓളം തമിഴ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു എന്ന കാര്യം മാത്രമാണ് എനിക്കറിയാവുന്നത്. തിരിച്ചെത്താം കിഷോർ. കൊച്ചിൻ ഹനീഫ അല്പം മുമ്പ് 3:45 അല്പം മുമ്പ് ചെന്നൈയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം സാലിഗ്രാമിലെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കും. നാളെ കൊച്ചിയിൽ കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നടനെന്ന നിലയിൽ മാത്രമല്ല സംവിധായകൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു കൊച്ചിൻ ഹനീഫ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ്. വില്ലനായി വന്ന് പിന്നീട് സ്വഭാവ നടനായും ഹാസ്യതാരമായും പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ അഭിനയ പ്രതിഭ കൊച്ചിൻ ഹനീഫ. 1951 ഏപ്രിൽ 22 എറണാകുളം ജില്ലയിൽ ജനനം. യഥാർത്ഥ പേര് സലീം അഹമ്മദ് ഘോഷ്. കൊച്ചിൻ കലാഭവൻ ട്രൂപ്പിലെ അംഗമായിരുന്ന സലീം അഹമ്മദ് നാടകത്തിലും സജീവമായിരുന്നു. നാടകത്തിൽ അവതരിപ്പിച്ച കഥാപാത്രമായ ഹനീഫ എന്ന പേരിൽ തന്നെ മ്യൂക്രിയിലും നാടകത്തിലും അറിയപ്പെട്ടിരുന്ന സലീം അഹമ്മദ് പിന്നീട് സിനിമാ ലോകത്തെത്തിയപ്പോഴും അതേ പേര് സ്വീകരിച്ചു. കണ്ണമ്പാറ നീലേണ്ട നമ്പൂരിന്റെ അടുത്തിരുന്നാണല്ലോ ഞാൻ ആനശാസ്ത്രം പഠിച്ചത്. കുറെ പഠിച്ചപ്പോ നമ്പൂരിശോട് ഞാൻ പറഞ്ഞു ഒരു സർട്ടിറ്റ് വേണമെന്ന്. സർട്ടിറ്റേ മൂപ്പരപ്പ തന്നെ സർട്ടിറ്റ് ഒപ്പിട്ട് സീലും വെച്ചെന്ന്. 1979 മാമാങ്കം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത കൊച്ചിൻ ഹനീഫ തുടർന്നങ്ങോട്ട് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി. ആദ്യകാലത്ത് കിട്ടിയതെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നെങ്കിലും പിന്നീട് സീരിയസ് വേഷങ്ങളും കോമഡിയും തനിക്ക് നന്നായി വഴങ്ങുമെന്ന് കൊച്ചിൻ ഹനീഫ തെളിയിച്ചു. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറയാ. മൂർഖനിലും ശക്തിയിലും ഭൂകമ്പത്തിലും താളവട്ടത്തിലുമെല്ലാം കണ്ട വില്ലൻ ഹനീഫ പിന്നീട് കിരീടത്തിലും ദേവാസുരത്തിലും മാനാർ മത്തായി സ്പീക്കിംഗിലും പത്രത്തിലും സ്വപ്നകൂടിലും സാഗരം സാക്ഷിയിലുമെല്ലാം വ്യത്യസ്ത കഥാപാത്രങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരനിലെ അഭിനയത്തിന് 2001 മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കൊച്ചിൻ ഹനീഫയെ തേടിയെത്തി. പ്രേം നസീർ, ജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, ശിവാജി ഗണേശൻ, രജനീകാന്ത്, വിക്രം തുടങ്ങി കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജുമടക്കം മലയാളത്തിലെയും തമിഴിലെയും ഒട്ടുമിക്ക നായക നടന്മാർക്കൊപ്പവും കൊച്ചിൻ ഹനീഫ അഭിനയിച്ചു. ഞാൻ ഫിലിപ്പോസ് സായിപ്പ്. ഫിലിപ്പോസിനോട് ആരാണെന്ന് ചോദിക്കാൻ നിങ്ങൾ ആരടാ? ഞങ്ങളുടെ മുറി കയറി ഒന്നും ഞങ്ങൾ ആരാന്ന് ചോദിക്കാൻ ഈ ഫിലിപ്പോസ് സായിപ്പ് ആരാ? ഓ, നിങ്ങളുടെ മുറിയാ? സോറി. എന്റെ മുറി എപ്പോടെ പോയി? മികച്ച അഭിനേതാവെന്ന് പേരെടുക്കുമ്പോൾ തന്നെ സംവിധായകനായും തിരക്കഥാകൃത്തായും കൊച്ചിൻ ഹനീഫ തിളങ്ങി. ഭീഷ്മാചാര്യ, വാത്സല്യം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത കൊച്ചിൻ ഹനീഫ തമിഴിലും 6 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 5 ചിത്രങ്ങൾക്ക് തിരക്കഥയും ഒരുക്കി. മഹാനദി, മുതൽവൻ, മുഖവരി, അന്യൻ, ശിവാജി, ഏകൻ തുടങ്ങി തമിഴിൽ 80ഓളം ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച കൊച്ചിൻ ഹനീഫയുടെ വേർപാട് മലയാളത്തിൽ നിന്ന പോലെ തമിഴിനും നികത്താനാകാത്ത നഷ്ടമാണ്. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.